സംസ്ഥാനത്ത് കാലവർഷം കലിപൂണ്ട് പെയ്ത് തുടരുകയാണ്. ഇപ്പോഴും പലയിടത്തും നിലവിലും മഴ ശക്തമായി പെയ്യുന്നുണ്ട്. മഴക്കെടുതിയും അതിരൂക്ഷമാണ്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. വീടുകൾക്കും കേടുപാടുണ്ടായിട്ടുണ്ട്. പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ്. പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. ഇന്നത്തെ വാർത്താപ്പകലിൽ പുറത്തുവന്ന മഴക്കെടുതിയുടെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ ആ ദൃശ്യങ്ങളെല്ലാം പറയുന്നുണ്ട് എത്രമാത്രം കനത്ത മഴയാണ് സംസ്ഥാനത്ത് ഇന്ന് പെയ്തത് എന്നത്. മാത്രമല്ല മഴക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ അനവധിയാണ്. എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് വടക്കൻ മേഖലയിലൊക്കെ തന്നെ ശക്തമായ മഴയുണ്ട്. അവിടെയൊക്കെ വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മഴ ഇനിയും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. വയനാട് ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഇന്നുണ്ടായിരുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റന്നാളോടെ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടേക്കാം എന്നുകൂടി വാർത്ത പുറത്തുവരുന്നു.